നാളെ 8 മണിക്ക് പെട്ടിപൊട്ടും. പെട്ടിപൊട്ടുമ്പോൾ ആരൊക്കെ ഞെട്ടും? മലയാളിയുടെ വിധിയറിയാൻ ആവേശത്തോടെ കാത്തിരിക്കുകയാണ് കേരളം. ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രം. അംഗം കഴിഞ്ഞു, ഇനി പ്രഖ്യാപനം മാത്രം. കേരളം ആർക്കൊപ്പമെന്ന് മെയ് 4, അതായത് നാളെ അറിയാം. ഏപ്രിൽ 9 പോളിംഗ് ബൂത്തുകളിൽ കുറിച്ച വിധി നാളെ രാവിലെ 8 മണിക്ക് പെട്ടി തുറക്കുന്നതോടെ പുറത്തുവരും. നിശബ്ദമായ പോളിംഗ് ബൂത്തുകളിൽ നിന്ന് ഇരമ്പിയാർക്കുന്ന ആവേശത്തിലേക്ക് കേരളം മാറിക്കഴിഞ്ഞു. പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ചരിത്രപ്രധാനമായ 3-ാം ഊഴം തേടിയാണ് ഇടതുപക്ഷം കളത്തിലിറങ്ങിയത്. വികസന തുടർച്ചയും ക്ഷേമ പദ്ധതികളും വോട്ടായി മാറുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് മുന്നണി. അതേസമയം 10 വർഷത്തെ ഭരണവിരുദ്ധ വികാരം വോട്ടാക്കി മാറ്റി ഭരണം പിടിക്കാമെന്ന മോഹത്തിലാണ് VD സതീശന്റെ നേതൃത്വത്തിൽ UDF. എക്സിറ്റ് പോളുകൾ നൽകുന്ന മുൻതൂക്കം അണികളിൽ വലിയ ആവേശമാണ് പടർത്തിയിരിക്കുന്നത്. അതേസമയം തങ്ങളുടെ അക്കൗണ്ട് തുറക്കാനും നിർണായക സ്വാധീനമാകാനും കഴിയുന്ന സീറ്റുകളിൽ BJP വലിയ പ്രതീക്ഷ വെച്ചു പുലർത്തുന്നു. 140 വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലായി ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. ആദ്യം തപാൽ വോട്ടുകളാണ് എണ്ണുക. 9 മണിയോടെ ആദ്യ ട്രെൻഡുകൾ വ്യക്തമാകും. ഉച്ചയോടെ കേരളത്തിന്റെ അടുത്ത അമരക്കാരൻ ആരെന്ന് ഏകദേശ ധാരണ ലഭിക്കും. കേരളത്തിന്റെ മനസ്സ് ആർക്കൊപ്പമാണ് എന്ന ആകാംക്ഷയിലാണ് ജനങ്ങൾ. ഓരോ വോട്ടും നിർണായകമാകുന്ന ഈ പോരാട്ടത്തിൽ ആര് വാഴും ആര് വീഴുമെന്നത് കാത്തിരുന്നു തന്നെ കാണണം. തുടർഭരണമെന്ന ചരിത്രത്തിലേക്ക് ഇടതുപക്ഷം നടന്നു കയറുമോ അതോ കേരളത്തിന്റെ പാരമ്പര്യത്തിനൊപ്പം നിന്ന് UDFനെ ജനം തിരികെ വിളിക്കുമോ എന്നതിന് കേരളം നാളെ ഉത്തരം പറയും. അതേസമയം രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലമാണ് പയ്യന്നൂർ മണ്ഡലം. നിരവധി വാദപ്രതിവാദങ്ങൾ കൊണ്ടും സ്ഥാനാർത്ഥിക്കെതിരെയുള്ള ആരോപണങ്ങളാലും ഏവരും ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് പയ്യന്നൂർ നിയോജക മണ്ഡലം. ഇതുവരെ ഇടതുപക്ഷത്തിന്റെ ഉരുക്കുകോട്ടയായ പയ്യന്നൂരിൽ ഇത്തവണ എന്ത് സംഭവിക്കുമെന്നതും സുപ്രധാനമായ മറ്റൊരു കാര്യമാണ്. LDF സ്ഥാനാർത്ഥിയായി TI മധുസൂദനൻ മത്സരിക്കുമ്പോൾ UDF പിന്തുണയോടെ മത്സരിക്കുന്ന V കുഞ്ഞികൃഷ്ണൻ ശക്തമായ ഒരു എതിരാളിയായി തന്നെ തുടരുന്നു. NDA സ്ഥാനാർത്ഥിയായി മത്സരിച്ച AP ഗംഗാധരനും പൂർണ്ണ വിജയ പ്രതീക്ഷയിലാണ്. കണ്ടു തന്നെ അറിയണം ജനവിധി എന്താണെന്ന്. ന്യൂസ് ഡെസ്ക്, നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.